ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ചിൽഡ്രൻ. 10ാം ക്ലാസ്സുകാരെ നമുക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് തുടങ്ങിയാണ്. നമ്മുടെ എക്സാം വളരെ അടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നോ, എത്രമാത്രം റിവിഷൻ നടത്തുന്നോ അതനുസരിച്ചാണ് നമ്മുടെ സ്കോറ്, നമ്മുടെ റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിന് നിങ്ങൾക്കൊരു A+ ലെവലിലേക്ക് എത്താൻ, ഫുൾ മാർക്കിലേക്ക് അല്ലെങ്കിൽ 90% എബോവ് മാർക്കിലേക്ക് എത്താൻ നമ്മുടെ ഈ സോഷ്യൽ സയൻസ് എക്സാം പ്രിപ്പറേഷൻ വീഡിയോസ് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ടീച്ചറിനെ ഫോളോ ചെയ്യുക. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ റിവിഷൻ നടത്തുകയാണ്. അതിനുശേഷം എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഉണ്ടാവും, നിങ്ങൾ അതിനുശേഷം നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും 2-3 സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചറിനെ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് A+ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും അതിൻ്റെ മാർക്കിൻ്റെ അലോക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഏത് ചാപ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ മാർക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, അങ്ങനെ ചാപ്റ്റർ വൈസായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇത്. ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. നമുക്കതൊന്ന് നോക്കാം. ഇത് മലയാളം മീഡിയത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് മലയാളമാണ് എങ്കിലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ പേരും അതിൻ്റെ ചാപ്റ്ററിൻ്റെ നമ്പറും നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം, അതിന് 6 സ്കോറാണുള്ളത്. നമുക്കറിയാം ടോട്ടൽ നമ്മുടെ സ്കോറ് 80 ആണ് അല്ലേ? ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാർക്കുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് ഹിസ്റ്ററിയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഹിസ്റ്ററിയിലെ 9 ചാപ്റ്റേഴ്സും പിന്നെ ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സും, അങ്ങനെ ടോട്ടൽ 80 മാർക്ക്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററി, ഹ്യൂമനിസം, നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്ന ചാപ്റ്റർ അതാണ്. അതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആകെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കെന്ന് പറയുന്നത് 6 മാർക്കാണ്. അതായത് ടോട്ടൽ മാർക്കിൻ്റെ 7.5% നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഹ്യൂമനിസം. 6 മാർക്കാണ് അവിടെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, അങ്ങനെ ഒരു പക്ഷേ 5 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻ ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാം. ഏതായാലും ടോട്ടൽ അവിടുന്ന് നമുക്ക് ലഭിക്കാവുന്ന ആകെ സ്കോർ എന്ന് പറയുന്നത് 6 സ്കോറായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിക്കേ, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ലിബർട്ടി. അതിൽ നിന്നും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും, 4 മാർക്ക്. നെക്സ്റ്റ് സോഷ്യൽ അനാലിസിസ്, അത് 2 മാർക്കേ ഉള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ടോട്ടൽ മാർക്കിൻ്റെ 2.5%. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ വെൽത്ത് ആൻഡ് വേൾഡ് എന്നുള്ളൊരു ചാപ്റ്റർ നമുക്കുണ്ടല്ലോ, ഫോർത്ത് ചാപ്റ്റർ. അതിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങളും കാണും, ഒരു പക്ഷേ ഒരു 4 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ വരാം. എന്താണെങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആകെ ലഭിക്കുന്നത് 5 മാർക്കായിരിക്കും. ഓക്കെ, പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കിയേ, 6.25. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ നിന്ന്, അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്റർ ആയത് ഫിഫ്ത്ത് ചാപ്റ്റർ, അതിനകത്തുനിന്ന് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 5%. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാർട്ട് 2 പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യത്തെ പാഠമെന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ 6th ചാപ്റ്റർ അല്ലേ? അതിനകത്തുനിന്ന് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് മാനവികതയും ഈ 6th ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നാണ് കൂടുതൽ മാർക്കുകൾ വരുന്നത്. 6th ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. പെർസെൻറ്റേജ് നോക്കിയാൽ 7.5. ഇനിയും 7ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും, 4 മാർക്ക്.
5%. ഇനി നമ്മുടെ എട്ടാമത്തത് ജനാധിപത്യം അല്ലേ, എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് അതും പ്രധാനപ്പെട്ടതാണ്. എട്ടാമത്തെ ചാപ്റ്ററും പ്രധാനപ്പെട്ടതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഒരുപക്ഷെ ഒരു എസ്എ ക്വസ്റ്റ്യൻ വരെ അതിനകത്തുനിന്ന് വരാം. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരെ വരാം. ഇനിയും 9th ചാപ്റ്റർ, അതായത് നമ്മുടെ ഹിസ്റ്ററി പുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റർ, അത് 3 മാർക്കേ അതിനകത്തുനിന്ന് ആകെ നമുക്ക് ലഭിക്കത്തുള്ളൂ. 3 മാർക്ക്. അപ്പോൾ ഹിസ്റ്ററി പുസ്തകത്തിലെ ആ ഒരു നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 1ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, പിന്നെ വരുന്നത് 8ാമത്തെ ചാപ്റ്റർ. 1, 6, 8 വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട 3 ചാപ്റ്റേഴ്സാണ്. പിന്നെ വരുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് അല്ലേ, വെൽത്ത് ആൻഡ് വേൾഡ്. 5 മാർക്ക് അതിനകത്ത് നമുക്ക് സ്കോർ എടുക്കാം. അപ്പോൾ 1, 4, 6, 8. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജോഗ്രഫി ടെക്സ്റ്റിലേക്ക് പോകാം. ജോഗ്രഫി ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ, അതിനകത്ത് നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 6 മാർക്ക്. 2ാമത്തെ ജോഗ്രഫി പുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലൈമറ്റ് ആൻഡ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചില്ലേ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 6 സ്കോർ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫോസ്റ്റ് എന്നുള്ള നമ്മുടെ ആ 3rd ചാപ്റ്ററില്ലേ, അതിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റിനെ വരുള്ളൂ. 3 മാർക്കേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നോക്കിയേ, കൺസ്യൂമർ. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്കിൻ്റെ സ്കോർ ഉണ്ടാവും. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, മണി ആൻഡ് ഇക്കോണമി എന്നുള്ള നമ്മുടെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. 6 മാർക്കിൻ്റെ സ്കോറ്. പിന്നെ ചേഞ്ചിങ് എർത്ത് എന്നുള്ളത് 6 മാർക്കിൻ്റെ സ്കോറ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വളരെ പ്രധാനപ്പെട്ടത്? 1 ജോഗ്രഫിയുടെ 1st ചാപ്റ്റർ, ജോഗ്രഫിയുടെ 2nd ചാപ്റ്റർ, 3rd 4th നമുക്ക് വിടാം. പിന്നെ 5th ചാപ്റ്റർ, പിന്നെ 6th ചാപ്റ്റർ. ഓക്കെ, ദെൻ 7th ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി എന്നുള്ള നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിനെയും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, നമ്മൾ അതിനെ എത്ര കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. ഇതനുസരിച്ചാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക, നമുക്ക് സ്കോറ് നമുക്ക് ലഭ്യമാകുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ആ ചാപ്റ്റേഴ്സിനെ പ്രത്യേക ഒരു എംഫസൈസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 1st ചാപ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, ഹ്യൂമനിസം. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ദ റീസൺ why Italian cities are different from other cities or in Europe is because of the merchants here have knowledge of which of the following area. അപ്പോൾ മറ്റ് ഇറ്റാലിയൻ സിറ്റികളിൽ നിന്നും മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും ഇറ്റാലിയൻ സിറ്റീസിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ റീസണായിട്ട് എ ബാങ്കിങ്, ബി ഇൻഷുറൻസ്, സി ബുക്ക് കീപ്പിംഗ്, ഡി അക്കൗണ്ടിങ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഇതിന് യോജിക്കുക? അവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അവിടുത്തെ മെർച്ചൻസിന് നോളജ് ഉണ്ടായിരുന്നു? ഇവർ പറയുന്നുണ്ടോ, 1ാമത്തെ അവരുടെ ആൻസർ എന്താണ്? ഓൾ ദി എബോവ് ആർ കറക്റ്റ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയും ഡിയും കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ 1 സെലക്ട് ചെയ്യുക. 1 ഓൾ ദ എബോവ് ആർ കറക്റ്റ് എന്ന് എഴുതുക. 2ാമത്തേതാണ് കറക്റ്റ്, ഓൾ ദ എബോവ് ആർ ഇൻകറക്റ്റ്. എല്ലാം ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നു. ഇതെല്ലാം ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും വരികയല്ലോ. അടുത്ത് നോക്കിയേ, 3ാമത്തെ പറയുന്നു ബോത്ത് എയും ബിയും കറക്റ്റ് ആണെന്ന് പറയുന്നു. 4ാമത് പറയുന്നു ബോത്ത് ബിയും സിയും കറക്റ്റ് ആണെന്ന് പറയുന്നു. ബി സി ആർ റോങ്. ഓക്കെ, അപ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 1ാമത്തെ സെലക്ട് ചെയ്യുക. ഓക്കെ, എല്ലാം ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 2ാമത്തെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ രീതി മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് പഴയ രീതി അനുസരിച്ച് ഒരെണ്ണം ചൂസ് ചെയ്താൽ പോരാ. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്
എല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തണം. 1, 2, 3, 4 എന്ന് വെറുതെ എഴുതി വെച്ചാൽ പോരാ. ഒന്നാണ് കറക്റ്റെങ്കിൽ ഒന്നിൻ്റെ കൂടെ കിടക്കുന്ന മറ്റു കാര്യങ്ങളൂടി നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാണ് കറക്റ്റെങ്കിൽ 1, ഓൾ ദ എബോവ് ആർ കറക്റ്റ്, അത്രയും എഴുതാനായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ, അതിനകത്ത് മടിയൊന്നും വിചാരിച്ചേക്കരുത്, അത് കംപ്ലീറ്റ് എഴുതിക്കോണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വന്നേ. സിറ്റീസ് വെയർ ഇറ്റാലിയൻ ഫാമിലീസ് ഗ്രൂ അപ്പ്. ഇറ്റാലിയൻ ഫാമിലീസും അവർ വസിച്ച സിറ്റികളുടെയും പേര് നമ്മുടെ ടെക്സ്റ്റിലുണ്ടല്ലോ. അതിനെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. മെഡീസി അവർ ഫ്ലോറൻസ് ആണെന്ന് പറയുന്നു. ഫാംസെ അവർ നേപ്പിൾസ് ആണെന്ന് പറയുന്നു. സഫോസ മിലാനാന്ന് പറയുന്നു. വിസ്കോന്തി അവർ പർമ എന്ന് പറയുന്നു. ഇതിലേതാണോ കറക്റ്റ്? ഒന്നാമത്തെ ആൻസർ നോക്കിയേ, ബോത്ത് എയും ബിയും കറക്റ്റാന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ് എന്ന് പറയുന്നു. എയും സിയുമാണ് കറക്റ്റ് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു സി ആൻഡ് ഡി ആർ കറക്റ്റ് എന്ന് പറയുന്നു. സിയും ഡിയും കറക്റ്റാന്ന് പറയുന്നു. നാലാമത് പറയുന്നു ബോത്ത് എ ആൻഡ് ഡി ആർ കറക്റ്റ് എന്ന് പറയുന്നു. എയും ഡിയുമാണ് കറക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെ കറക്റ്റ് പെയർ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് 1, 2, 3, 4 അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ആൻസർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ആൻസർ പറയുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഇപ്പോൾ പറയുന്നില്ല, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ദെൻ ദ മിഡീവിയൽ വേൾഡ് വാസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ philosophy known as scholasticism. Find the correct answer to this statement among the following. അപ്പോൾ സ്കോലാസ്റ്റിസവും പുതിയ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസമായി ചോദിച്ചിരിക്കുന്നത്. സ്കോലാസ്റ്റിസത്തിൻ്റെ ഫീച്ചേഴ്സ് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സ്കോലാസ്റ്റിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിയേ. എ പറയുന്നു ഫിലോസഫി ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ റിലീജിയൻ തോട്ട്. ബി എൻകറേജ്ഡ് നോളജ് ആൻഡ് റിസർച്ച്. സി ഗേവ് പ്രയോറിറ്റി ടു മാൻ, ദ വേൾഡ് ആൻഡ് റാഷണൽ തോട്ട്. ഡി പറയുന്നു ട്രാൻസിഷൻ ടു എ ഹ്യൂമൻ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ്. ഒന്നാമത്തെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. എയും ബിയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. രണ്ടാമത് പറയുന്നു ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്. ഓക്കെ, അത് ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു ബോത്ത് സി ആൻഡ് ഡി ആർ കറക്റ്റ്. സിയും ഡിയും ആ കറക്റ്റ് എന്ന് പറയുന്നു. നാലാമത് പറയുന്നു ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ബിയും സിയും ആണെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഇതിലെ സ്കോലാസ്റ്റിസത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഇതിൽ 1, 2, 3, 4 അതിലൊരെണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദ മെയിൻ സെൻറ്റർ ഓഫ് റെനേസൻസ് ആർട്ട് ഇൻ ഇറ്റലി? റെനേസൻസ് ആർട്ടിൻ്റെ സെൻറ്റർ ഏതായിരുന്നു? മിലാനാണോ, അതോ പെർമയാണോ, ഫ്ലോറൻസ് ആണോ, നേപ്പിൾസ് ആണോ? ഓക്കെ, ആർട്ടിൻ്റെ സെൻറ്റർ അത് അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, പഴയ രീതി അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഏരിയാസ് ഡിഡ് ദ ഹ്യൂമനിസം എംഫസൈസ്? ഹ്യൂമനിസം ഏത് ഏരിയയെയാണ് എംഫസൈസ് ചെയ്തത്? റിലിജൻ, തോട്ട്, ഇമോഷൻ, ആഫ്റ്റർ ലൈഫ്, ലിബർട്ടി, എക്സ്പ്രഷൻ. ലിബർട്ടി എക്സ്പ്രഷൻ അല്ല, ലിറ്റററി എക്സ്പാൻഷൻ. എയും ബിയും കറക്റ്റാന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് എ ആൻഡ് സി കറക്റ്റ്. മൂന്നാമത് പറയുന്നു ബി ആൻഡ് ഡി. നാലാമത് പറയുന്നു സി ആൻഡ് ഡി. ഇതിൽ കറക്റ്റ് ഏതാണെന്ന് നോക്കി ഇതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യണം. ആ ചാപ്റ്റർ നിങ്ങൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഇറാസ്മസ്, ഡോൺ കിസ്കോട്ട്, തോമസ് മൂർ, ഉട്ടോപ്പിയ. ഇറാസ്മസ്, ഡോൺ കിസ്കോട്ട് ഫ്രാൻസ് എന്ന് പറയുന്നു. തോമസ് മൂർ, ഉട്ടോപ്പിയ ഇംഗ്ലണ്ടാന്ന് പറയുന്നു. മാഗിൾ ഡി സെർവാൻഡേഴ്സ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം നെതർലാൻഡ് എന്ന് പറയുന്നു. ഫ്രാൻസിസ്കോ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇൻ പ്രൈസ് ഓഫ് ഫോളി, സ്പെയിനാന്ന് പറയുന്നു. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ എടുക്കണം. കറക്റ്റ് നമ്മൾ എടുക്കണം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ഇതിലെ കറക്റ്റായിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം.
Okay. Then, who among the following set a new style in the field of architecture? ആർക്കിടെക്ചർ ഫീൽഡിൽ പുതിയ സ്റ്റൈൽ കൊണ്ടുവന്നത് മൈക്കലാഞ്ചലോ, ബോണിച്ചെല്ലി, ഡൊണാൾഡോ, റാഫേൽ. പുതിയ പുതിയ ഫീൽഡിലേക്ക് ആർക്കിടെക്ചറിൻ്റെ പുതിയ സംഭവം കൊണ്ടുവന്നത് ആരാണ്? 8th question, list of the characteristics of changes that took place in the social, economic and political spheres of Europe. List of the characteristics of changes that took place in the social, economic and political sphere of Europe. Answer എഴുതുക. What is the Renaissance? How do Italian cities differ from other European cities? ഇപ്പോൾ റെനേസൻസിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. ഇറ്റാലിയൻ സിറ്റീസ് മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും അവർക്കുള്ള ഡിഫറൻസ് എന്തായിരുന്നു എഴുതുക. ഫൈൻഡ് ഔട്ട് ദ കോൺസിക്വൻസസ് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് യൂറോപ്പ് ബൈ ദ 11th century. 11th centuryയിൽ യൂറോപ്പിൽ നടന്ന കൊമേഴ്സ്യലൈസേഷൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് ദ കോൺസിക്വൻസസ്. ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഇറ്റാലിയൻ സിറ്റീസ് വെയർ വെൽത്തിയർ കമ്പയർഡ് ടു അതർ യൂറോപ്യൻ സിറ്റീസ്. ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദിസ്. മറ്റ് യൂറോപ്യൻ സിറ്റികളിൽ നിന്നും വളരെ വെൽത്തി ആയിരുന്നു ഇറ്റാലിയൻ സിറ്റീസ്. വളരെ വെൽത്തി ഫാമിലീസ് ഇറ്റാലിയൻ സിറ്റികളിൽ ജീവിച്ചിരുന്നു. എന്താണ് അവരുടെ വെൽത്തിൻ്റെ അടിസ്ഥാനം, എന്താണ് അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ അതിൽ ആ ഹ്യൂമനിസം നന്നായിട്ട് പഠിച്ചോണം. ഇറ്റാലിയൻ സിറ്റീസ്, അതിൻ്റെ പ്രത്യേകത, അതെന്തുകൊണ്ട് വെൽത്തിയായി, ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ബ്രോട്ട് എബൌട്ട് ബൈ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ പ്ലേഗ് ഇൻ 14th century ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻ യൂറോപ്പ്. പ്ലേഗിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി? വേരിയസ് ഫീൽഡ്സ്. Assess the impact of the conquest of Constantinople in 1453 by Turks in the scientific and cultural field. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കീഴടക്കൽ, അല്ലെങ്കിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് എന്തെല്ലാം ഇമ്പാക്റ്റാണ് സയൻസിലും കൾച്ചറൽ ഫീൽഡിലും ഉണ്ടാക്കിയത്? അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചത് വലിയ ചേഞ്ച് ഉണ്ടാക്കി, അല്ലേ? വലിയ ചേഞ്ചസ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഹ്യൂമനിസം വാസ് ദ ട്രാൻസിഷൻ ഫ്രം ദ ഗോഡ് സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ് ടു എ ഹ്യൂമൻ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയല്ലേ? ഹ്യൂമനിസം എന്ന് പറയുന്ന ആ റെനേസൻസ് പീരീഡിലുണ്ടായ ആ ഒരു ചേഞ്ച് ഒരു ട്രാൻസിഷനായിരുന്നു. ഗോഡ് സെൻറ്റേർഡ് പെർസ്പെക്റ്റീവിൽ നിന്നും ഹ്യൂമൻ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവിലേക്കുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ഹ്യൂമനിസം. അപ്പോൾ ഹ്യൂമനിസത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളെല്ലാം എഴുതുക. ഗോഡ് സെൻറ്റേർഡിന് പകരം ഹ്യൂമൻ സെൻറ്റേർഡ് ആയി. അപ്പോൾ എന്തൊക്കെ ഗോഡ് സെൻറ്റേർഡ് ആയപ്പോൾ അവരെന്തൊക്കെയായിരുന്നു ബിലീവ് ചെയ്തത്? ഹ്യൂമൻ സെൻറ്റേർഡ് ആയപ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റം വന്നു? അത് കറക്റ്റ് അല്ലേ? അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. ആ ഒരു കമൻറ്റിനെ നിങ്ങളങ്ങ് എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ റെനേസൻസ്. റെനേസൻസ് പീരീഡിലെ ലിറ്ററേച്ചറിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസർ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. റെനേസൻസ് പീരീഡിലെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. റെനേസൻസ് പീരീഡിലെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്? എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ റെനേസൻസ് പീരീഡ്. 15th question. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ, Renaissance writers gave importance to individual liberty and secular values. The basic characteristics of Renaissance literature was its breaking away from its scholastics of Middle Ages. Scholasticism മാറ്റി, അതായത് ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം മാറ്റി. Renaissance writers choose to produce their work in regional language. കണ്ടോ, റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിച്ചു. അവർ ഇറ്റാലിയൻ അല്ല ഉപയോഗിച്ചത്, റീജിയണൽ ലാംഗ്വേജ്. പ്രോസ് ലിറ്ററേച്ചർ ഗെയിൻ പ്രോമിനൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതിന് മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് പോയമായിരുന്നു. ഇപ്പോൾ അവർ എന്തിലേക്ക് ചുവടുമാറ്റി? പ്രോസ്, അല്ലേ, ഗദ്യത്തിലേക്ക് ചുവടുമാറ്റി. ഓക്കെ,
അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടായി. ഓക്കെ, ആൻസർ എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അടുത്തത് 16th ക്വസ്റ്റ്യൻ. Renaissance painters often selected themes that emphasize theological significances for their work. However, these paintings had certain other distinctive features as well. What are they? Renaissance painters അവരുടെ പെയിൻറ്റിങ്സിന് എന്തെല്ലാം പ്രത്യേക ഫീച്ചേഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ റെനേസൻസ് പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? 16th ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരുന്നു റെനേസൻസ് പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ്? നോക്കിക്കേ. ലാൻഡ്സ്കേപ്പുകൾ വരയ്ക്കാൻ തുടങ്ങി. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി. The use of oil paint, portraits, the representation of divine features in idealized form. ഡിവൈൻ ഫീച്ചേഴ്സ് അവർ വരയ്ക്കുമായിരുന്നു. ഇപ്പം മേരി, മദർ മേരിയെയും ജീസസിനെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വരയ്ക്കുമായിരുന്നു. പക്ഷേ അത് പഴയ രീതിയല്ലായിരുന്നു, കൂടുതൽ ഐഡിയലൈസ്ഡ് ഫോമിലേക്കാണ് അവർ അത് വരച്ചത്. കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോമിലാണ് വരച്ചത്. ഓക്കെ, അടുത്തത് 17th ക്വസ്റ്റ്യൻ. മസാക്കിയോ was a painter who emerged later, created a profound impact on all arts who came later. Write features of his wall paintings. മസാസിയോയുടെ ഓൾ പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? A+ലേക്ക് എത്തുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കോണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇറ്റ് വാസ് റൗണ്ട് ഇൻ ഷേപ്പ്. അയാളുടെ ഓൾ പെയിൻറ്റിങ്സ് എല്ലാം റൗണ്ട് ഷേപ്പിലായിരുന്നു. ഇറ്റ് സീം ടു പൊട്രൂഡ് ഫ്രം ദ സർഫസിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു. ഇറ്റ് ഷോഡ് ഹ്യൂമൻ ഫിഗേഴ്സ് എൻഗേജിങ് ഇൻ എവരിബഡി ലൈഫ് എക്സ്പീരിയൻസ്. It showcases human figures engaging in everybody life experiences. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇതൊരു A+കാർക്ക് എഴുതാൻ വേണ്ടി ഒരു കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 17ാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. അടുത്തത് 18th ക്വസ്റ്റ്യൻ. റൈറ്റ് അബൌട്ട് റെനേസൻസ് പെയിൻറ്റേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദെയർ പെയിൻറ്റിങ്സ്. ഇത് പ്രത്യേകം പഠിച്ചോണം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ റെനേസൻസ് പെയിൻറ്റേഴ്സിനെയും അവരുടെ പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ എങ്ങനെയാണെങ്കിലും പഠിച്ചോണം. അത് 1 വേർഡായിട്ടോ 2 മാർക്കോ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്കൊരു നഷ്ടവും വരികയില്ല. റെനേസൻസ് പെയിൻറ്റേഴ്സും അവരുടെ പെയിൻറ്റിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അത് ഇതിൻ്റെ ആൻസർ ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ 19th ക്വസ്റ്റ്യൻ. ഡൊനാറ്റിലോ ലിബറേറ്റ് ദ ആർട്ട് ഓഫ് സ്കൾപ്ചർ ഫ്രം ദ മിഡീവിയൽ ഗോതിക് സ്റ്റൈൽ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഡൊനാറ്റിലോയുടെ സ്കൾപ്ചർ അത് ഗോതിക് സ്റ്റൈലിൽ നിന്നും അദ്ദേഹം അതിനെ ലിബറേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്തായിരുന്നു? ഡൊനാറ്റിലോയുടെ സ്കൾപ്ചറിൻ്റെ സ്റ്റൈൽ എന്തായിരുന്നു? നമുക്കതൊന്ന് നോക്കാം. 19th ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഇതാണ്. ഡൊനാറ്റിലോ ലിബറേറ്റഡ് ആർട്ട് ഓഫ് സ്കൾപ്ചർ ഫ്രം ദ മിഡീവിയൽ ഗോത്തിക് സ്റ്റൈൽ, ഗിവിംഗ് ഹിസ് വർക്ക്സ് ഗ്രേറ്റർ പവർ ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. His iconic bronze sculpture David showcases the youthful figure standing with the weight shifted to one leg. അദ്ദേഹം ഡേവിഡിൻ്റെ ഒരു ബ്രോൺസ് സ്കൾപ്ചർ ഉണ്ടാക്കിയതിൻ്റെ പ്രത്യേകത കണ്ടോ? ഇറ്റ് ഈസ് മോർ യൂത്ത്ഫുൾ. ദെൻ അനദർ നോട്ടബിൾ വർക്ക് ഗാട്ടിമേല depicts a soldier sitting on horseback, evoking the cavalryman of ancient Rome. അപ്പോൾ അദ്ദേഹത്തിന് 2
പ്രത്യേക സ്കൾപ്ചറിനെ പറ്റി അതിൻ്റെ നെയിം അനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതണം. എങ്കിലേ നമുക്ക് സ്കോർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുക. ഡൊനാറ്റിലോ അതൊന്ന് പഠിച്ചോണം കേട്ടോ. A+കാരൊക്കെ A+ലേക്ക് എത്താൻ ഡൊനാറ്റിലോയുടെ സ്കൾപ്ചർ, അദ്ദേഹത്തിൻ്റെ ആ 2 സ്കൾപ്ചർ അതിൻ്റെ നെയിം അടക്കം നമ്മൾ എഴുതുക. അടുത്ത 20th ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽസ്. ദ എബോവ് കോട്ട് ഫ്രം വില്യം ഷേക്സ്പിയർസ് renowned play Julius Caesar. It is not in the stars to hold our destiny but in ourselves. നക്ഷത്രങ്ങളിലല്ല നമ്മുടെ ഭാഗ്യം നമ്മൾ പരീക്ഷിച്ച് അല്ലെങ്കിൽ നക്ഷത്രങ്ങളല്ല നമുക്ക് ഭാഗ്യം തരുന്നത്, നമ്മൾ തന്നെ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നാണ് ഷേക്സ്പിയറിൻ്റെ പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ ദ പവർ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ റൈറ്റേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റെനേസൻസ്. റെനേസൻസ് റൈറ്റേഴ്സ് എങ്ങനെയാണ് പവർ ഓഫ് ഹ്യൂമാനിറ്റി റിഫ്ലക്റ്റ് ചെയ്തത് അവരുടെ റൈറ്റിങ്സിൽ? പവർ ഓഫ് ഹ്യൂമാനിറ്റി കണ്ടോ, അതായത് അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതിൻ്റെ ആൻസർ ഇവിടെ ടീച്ചർ തന്നിട്ടുണ്ട്. റെനേസൻസ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്. റെനേസൻസ് റൈറ്റേഴ്സ് അവരുടെ ബുക്സിൽ, അവരുടെ റൈറ്റിങ്സിൽ എന്തൊക്കെ ന്യൂ ഐഡിയാസ് ഇൻവോൾവ് ചെയ്യിച്ചു, എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. റെനേസൻസ് റൈറ്റേഴ്സ് ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്, not religious values. They gave more importance to secular values. Then the basic characteristics of Renaissance literature was the breaking away from the scholastics of Middle Ages. അതായത് റിലീജിയസ് തിങ്കിങ്ങിൽ നിന്നും അവർ മാറി ചിന്തിച്ചു, അവർ കൂടുതൽ സെക്യുലറായി. ഓക്കെ, ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ഹ്യൂമൻ സെൻറ്റേർഡ് ആക്കി മാറ്റി. റെനേസൻസ് റൈറ്റേഴ്സ് ചൂസ് ടു പ്രൊഡ്യൂസ് ദെയർ വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അത് നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചേക്കുന്ന ഒന്നാണ്. ലാറ്റിൻ അല്ല അവരുടെ റൈറ്റിങ്സിന് ഉപയോഗിച്ചത്, ദേ യൂസ് റീജിയണൽ ലാംഗ്വേജ്. ദെൻ പ്രോസ് ലിറ്ററേച്ചർ ഗെയിൻ പ്രോമിനൻസ്. കണ്ടോ, പ്രോസ്. ഇത് റെനേസൻസ് ലിറ്ററേച്ചറിനെ പറ്റി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാം കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. പ്രോസ് ലിറ്ററേച്ചറിനാണ്, അല്ലാതെ പോയമല്ല. ഇവിടെ കൂടുതലും പ്രോസ്. Then Dante, the renounced author, the Divine Comedy, imagined pilgrimage through hell, purgatory and paradise. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡാൻറ്റയുടെ ദ ഡിവൈൻ കോമഡി, നരകത്തിലും സ്വർഗത്തിലുമൊക്കെ, അതുപോലെ തന്നെ ഈ പിഗട്ടറി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം, അവിടെയൊക്കെ പോയതായിട്ടുള്ള ഒരു വിവരണമാണ്. ഇൻ ഹിസ് ബുക്ക് റിഫ്ലക്ട് ഹ്യൂമൻ ഇമോഷൻ, patriotism, fascination of natural phenomena. Then Petrarch, he was a leading exponent of humanism. His sonnets addressing Laura reflected a bold and unique style. Then Boccaccio, the author of the celebrated work The Decameron. Niccolo Machiavelli work The Prince, present political thoughts. He believed that the rulers' important responsibility is to maintain the authority and security of the state. Then Cassandre, a women writer, named the name through her writings and speeches, emphasizing the importance of providing higher education to women. കസാൻഡെ ഒന്ന് നോക്കി വെച്ചോണം. കാരണം എന്താണ്, ഒരു വിമൻ റൈറ്ററായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഏക പേരായത് കസാൻഡെ. അവരുടെ റൈറ്റിങ്സിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഈ സ്കോർ അനുസരിച്ച് നമ്മൾ റെനേസൻസ് റൈറ്റേഴ്സിനെ പറ്റി, ആ റൈറ്റിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി എഴുതുമ്പോൾ അവരുടെ പേരും അവരുടെ ബുക്കിൻ്റെ പേരും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഇത് നമുക്ക് 1 വേർഡായിട്ട് വരാം, 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് മാറും. അപ്പം പേരുകൾ ഉപയോഗിക്കാനും ബുക്കിൻ്റെ പേര് ഉപയോഗിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതൊക്കെ നിങ്ങൾക്ക് സ്കോർ നേടിത്തരുന്ന മാർഗങ്ങളാണ്. അതുപോലെ തന്നെ ബുക്കിൻ്റെ അടിയിൽ വരയ്ക്കുക,
റൈറ്റേഴ്സിൻ്റെ പേരിന് അടിയിൽ വരയ്ക്കുക. നമ്മൾ എഴുതുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുടെയൊക്കെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ എക്സാം നമ്മുടെ ഇത് വാല്യൂ ചെയ്യുന്ന ടീച്ചറിൻ്റെ കണ്ണിലേക്ക് നമ്മുടെ പോയിൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് പെടാനും നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോറിലേക്ക് എത്താനും സാധിക്കും. അതൊക്കെ നമ്മുടെ ഒരു ടിപ്സാണ്, A+ ടിപ്സാണ്. നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. പ്രധാന വേർഡ്സിൻ്റെ അടിയിൽ, പ്രധാന നെയിംസിൻ്റെ അടിയിൽ ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. ഇത് നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്? 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള അണ്ടർലൈനിങ്ങും ഒക്കെ ചെയ്യേണ്ടത്. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി 21st ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 21st, എലുസിഡേറ്റ് ദ റോൾ ഓഫ് റെനേസൻസ് ഇൻ മേക്കിംഗ് ഹിസ്റ്റോഗ്രാഫി സയൻറ്റിഫിക്. ഹിസ്റ്റോഗ്രാഫിയെ സയൻറ്റിഫിക് ആക്കി മാറ്റാനായിട്ട് റെനേസൻസ് സഹായിച്ചത്. അതിനു മുമ്പ് സ്കോലാസ്റ്റിസം ആയിരുന്നു. അത് റിലീജിയസ് സെൻറ്റേർഡ് ആയിരുന്നു, ഗോഡ് സെൻറ്റേർഡ് ആയിരുന്നു. എന്നാൽ കൂടുതൽ ഹ്യൂമൻ സെൻറ്റേർഡായി, സയൻറ്റിഫിക് ആയി, അതുപോലെ തന്നെ കൂടുതൽ സെക്കുലറായി മാറി. അപ്പോൾ അതിൻ്റെ നമ്മളത് വളരെ ലോങ് ആയിട്ടുള്ളൊരു ആൻസറാണ് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മൾ ടീച്ചർ ആൻസർ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ക്രിസ്ത്യൻ ട്രഡീഷൻ സെക്കുലർ ലൈഫിലേക്ക് മാറി. തോട്ട് വാസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ ദ റെലം ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി. Human-centered explanation, interpretation, gain recognition. Human-centered. Human life become the focus of historical narrative. The growing importance of archaeological evidence and relies. Historians began to place greater emphasis on evidence such as inscriptions, coins, manuscripts for their narratives. Okay. Then question number 22nd. Science during the Renaissance period played a big role in the growth of modern society. അപ്പോൾ റെനേസൻസ് പീരീഡിലെ കോപ്പർനിക്കസ് തൊട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും പേരും അവരുടെ ഇൻവെൻഷനും എല്ലാം ചേർത്ത് വേണം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ, ഇത് സ്കോർ നോക്കിയിട്ട് നിങ്ങൾ ആൻസറിൻ്റെ ലെങ്ത് തീരുമാനിക്കുക. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ഒരു ലെങ്തി ആൻസർ തന്നെ പഠിച്ചു വെക്കുക. കാരണം 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ എങ്കിലും വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഹ്യൂമനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ സയൻസ്, റെനേസൻസ് പീരീഡിലെ സയൻസ് എല്ലാവരും പഠിച്ചോണം. ഓക്കെ, അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാം. ഇൻ 1517 എ പ്രീസ്റ്റ് നെയ്മ് മാർട്ടിൻ ലൂതർ pasted his 95 theses to the door of the Wittenberg church in Germany to protest the sale of indulgences. This is considered as the beginning of the Protestant Reformation. Do you agree this? Explain. അപ്പോൾ പ്രോട്ടസ്റ്റന്റ് റെഫർമേഷൻ നന്നായിട്ട് പഠിച്ചോണം. മാർട്ടിൻ ലൂതർ എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു 95 തീസിസ് പ്രിപ്പയർ ചെയ്ത് വിറ്റൻബർഗ് ചർച്ചിൽ അദ്ദേഹം പേസ്റ്റ് ചെയ്തത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം, എന്തായിരുന്നു ഈ ഇൻ്റലിജൻസസ് അല്ലേ, സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് എന്തായിരുന്നു, അതുകൊണ്ട് എന്താണ് അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ എന്തായിരുന്നു, ഇതെല്ലാം പഠിക്കുക. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളാം. ഇതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സയൻസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം, കെപ്ലർ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, ഐസക് ന്യൂട്ടൺ, ഗലീലിയോ ഗലീലി, അങ്ങനെയുള്ള എല്ലാവരെയും നോക്കണം. ഓക്കെ, അവരുടെ എല്ലാ സയൻറ്റിസ്റ്റുകളെയും പഠിച്ചു വെക്കുക. അവരുടെ ഇൻവെൻഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. സയൻസ് ഏതായാലും റെനേസൻസ് സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങ് പഠിച്ചോണം. ഓക്കെ, നിങ്ങൾ കുറേയേറെ എഴുതുന്നതിലല്ല കാര്യം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അവരുടെ നെയിം, അവരുടെ ഇൻവെൻഷൻ, അല്ലാതെ കുറേ സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു, ആ സയൻറ്റിസ്റ്റുകളെല്ലാം വളരെ മിടുക്കരായിരുന്നു, അങ്ങനെയൊന്നും എഴുതിയിട്ട് കാര്യമില്ല കുട്ടികളെ. നമുക്ക് സ്കോർ കിട്ടണമെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ നെയിം, അവരുടെ ഇൻവെൻഷൻസ്,
നമ്മൾ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നെയിംസിൻ്റെ എല്ലാ അടിയിൽ ടീച്ചർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അങ്ങനെ തന്നെ നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫർമേഷനെ പറ്റി കണ്ടോ. യെസ് ഐ എഗ്രി ദ സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഡു യു എഗ്രി എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് ലഭിക്കുന്നത്, ഒരു സ്കോർ നമുക്ക് ലഭിക്കുന്നത് യെസ് ഐ എഗ്രി എന്ന് എഴുതുന്നതിന് മാത്രമാണ്. അത് എഴുതാൻ വിട്ടുപോകരുത്. യെസ് ഐ എഗ്രി. ഡു യു എഗ്രി എന്ന് ചോദിക്കുന്നത് തന്നെ എന്തിനാണ്? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ വ്യക്തമാക്കണം. അപ്പോൾ യെസ് ഐ എഗ്രി എന്ന് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ മാർട്ടിൻ ലൂതറിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ റെഫർമേഷൻ, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി, അദ്ദേഹം ഈ തീസിസ് പേസ്റ്റ് ചെയ്തതിനെ പറ്റി എല്ലാം 1 by 1 ആയിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി കാണണം. 24th ക്വസ്റ്റ്യൻ എന്താണ്? 24th ക്വസ്റ്റ്യൻ എന്ന് നോക്കിയും. 24th, ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റെനേസൻസ് വാസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ ഗവേണൻസ് ഓഫ് യൂറോപ്പ്. വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഗവേണൻസ് ഓഫ് യൂറോപ്പിനെയും ഈ റെനേസൻസ് ഇൻഫ്ലുവൻസ് ചെയ്തു. ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. ഗവേണൻസിനെ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു? ഇൻ ഇംഗ്ലണ്ട്, കിങ് ഹെൻറി VIII led the Reformation and the Anglican Church emerged there with the monarch serving as its head. ആംഗ്ലിക്കൻ ചർച്ച് തന്നെ ഹെൻറി VIII സെറ്റപ്പ് ചെയ്തു അല്ലേ. അദ്ദേഹം കാത്തലിക് ചർച്ചുമായിട്ട് അദ്ദേഹം എതിരാവുകയും അദ്ദേഹം സ്വന്തമായിട്ട് ഇംഗ്ലണ്ടിലെ ചർച്ചിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദിസ് ഡെവലപ്മെൻറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ നാഷണൽ ചർച്ച്. അപ്പം ഇംഗ്ലണ്ട് പോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, അവിടുത്തെ ചർച്ചിൻ്റെ ഹെഡായി മാറുന്ന അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി. ഇനി 25th ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് അങ്ങോട്ട് പോകണ്ട. അത് കൗണ്ടർ റെഫർമേഷനെ പറ്റിയുള്ള ചോദ്യമാണ്. കൗണ്ടർ റെഫർമേഷനെ പറ്റി എത്രയാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. അത് ഷോർട്ട് ആകട്ടെ, 1 വേർഡ് ആകട്ടെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകട്ടെ, ഒരു ഷോർട്ട് ആൻസർ ആകട്ടെ, എന്താണെങ്കിലും നമ്മൾ ഏത് പഠിച്ചു വെക്കണം? കൗണ്ടർ റെഫർമേഷൻ. റെഫർമേഷൻ ഉണ്ടായതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇഗ്നേഷ്യസ് ലയോള, കാത്തലിക് പ്രീസ്റ്റ് കൊണ്ടുവന്നതാണ് കൗണ്ടർ റെഫർമേഷൻ. അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പഠിച്ചു വെച്ചോണം. ഇവിടെ കണ്ടോ, ഇവിടെ ആൻസർ തന്നേക്കുന്നത് കണ്ടോ? കൗണ്ടർ റെഫർമേഷൻ. ഫോളോയിങ് ദ റെഫർമേഷൻ ദ കാത്തലിക് ചർച്ച് ഇനീഷ്യേറ്റഡ് എഫേർട്സ് ടു റീഫോം itself. Catholic Church initiated efforts to reform itself, a movement known as Counter Reformation. കാത്തലിക് ചർച്ച് അത് സ്വയം റീഫോം ചെയ്തതാണ് കൗണ്ടർ റെഫർമേഷൻ. യഥാർത്ഥത്തിൽ അത് റെഫർമേഷനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, ദ ചർച്ച് ലീഡർഷിപ്പ് കൺവെൻഡ് ദ കൗൺസിൽ ഓഫ് ട്രെൻഡ്, നോർത്തേൺ ഇറ്റലി. കൗൺസിൽ ഓഫ് ട്രെൻഡ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കൗൺസിൽ വെയർ ടു കറക്റ്റ് erroneous tendencies within the church. The sale of indulgences was banned. സെയിൽ ഓഫ് ഇൻഡൾജൻസസ് ആയിരുന്നല്ലോ മാർട്ടിൻ ലൂതറിൻ്റെ പ്രശ്നം അല്ലേ. ദണ്ഡവിമോചന പത്രത്തിൻ്റെ വിൽപ്പന അത് ബാൻ ചെയ്തു. കൗണ്ടർ റെഫർമേഷൻ്റെ ഭാഗമായിരുന്നു. എ ലിസ്റ്റ് ഓഫ് ബുക്സ്, ദാറ്റ് മീൻസ് ഇൻഡെക്സ്, ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദ ബിലീവേഴ്സ് വാസ് പബ്ലിഷ്. ബിലീവേഴ്സ് വായിക്കാൻ പാടില്ലാത്ത ഒരു ബുക്സിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഒരു കൗൺസിൽ ട്രെൻഡ് കൗൺസിലിനെ അവർ സെലക്ട് ചെയ്തു. തെറ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളെ പണിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അതുപോലെ കുറേ ബുക്കുകളുടെ ലിസ്റ്റ് അത് വായിക്കാൻ പാടില്ല എന്നവർ ചെയ്തു. അതുപോലെ തന്നെ ദ സെയിൽ ഓഫ് ഇൻഡൾജൻസസ് ബാൻ ചെയ്തു. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ആൻസറിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ഇഗ്നേഷ്യസ് ലയോള ജെസ്യൂട്ട് പ്രീസ്റ്റ് വാസ് ദ ലീഡർ ഓഫ് ദിസ് കൗണ്ടർ റെഫർമേഷൻ. അതുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. അത് ടീച്ചർ വിട്ടുപോയി. ഓക്കെ, അത് നിങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അത് അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ ദ ഇൻഡെക്സ് അണ്ടർലൈൻ ചെയ്യാനും ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഇഗ്നേഷ്യസ് ലയോളെ ഇതിനകത്ത് ഈ ആൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതിൻ്റെ പേരുകളുടെ പ്രധാനപ്പെട്ട പേരുകളെ ട്രെൻഡ് കൗൺസിൽ
സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെയൊക്കെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. ഹ്യൂമനിസം പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു നമ്മുടെ റിവിഷൻ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം.